ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഈസി അവിയലാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അവിയൽ ഉണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളായിട്ട് നല്ല അടിപൊളി അവിയൽ ഉണ്ടാക്കാം. അപ്പം നമുക്ക് അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അവിയലിനായിട്ട് ക്യാരറ്റ്, മത്തങ്ങ, ചേന, ബീൻസ്, കുമ്പളങ്ങ ഈ പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പുറമെ വേണമെങ്കിൽ കായ, മുരിങ്ങക്കായ അതൊക്കെ ചേർക്കാം. കഷ്ണങ്ങൾ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മളിപ്പോൾ ഇടണില്ല, കഷ്ണങ്ങളൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇടണുള്ളൂ. ഇനി സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് ഈ കഷ്ണങ്ങളൊന്ന് വേവിക്കാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രമാകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം കഷ്ണങ്ങളൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ ഇളക്കി നമുക്ക് കഷ്ണങ്ങൾ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ തൈര് കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇപ്പം ഈ തൈര് നന്നായിട്ട് കഷ്ണങ്ങളിലേക്കൊക്കെ പിടിച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇതുപോലെ നന്നായി ചിരകിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് വീണ്ടും മിക്സിയിലിട്ട് ചതയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇതിലിട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയും കഷ്ണങ്ങളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. തേങ്ങ കൂടുന്തോറും ഈ അവിയലിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ എല്ലാം കൂടെ ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയും നാളികേരം എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി അവിയൽ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.